കൊണ്ടോട്ടി കോടങ്ങാട്ടെ ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള ആയിരക്കണക്കിന് പേരാണ് മീറ്റിൽ ഭാഗമായത്. കല്യാണം ഹോട്ടലിന്റെ നേതൃത്വത്തിലായിരുന്നു ഇഫ്താർ സംഗമം ഒരുക്കിയത്. ഷജീർ പഴയന്നൂർ ഉദ്ഘാടനം നിർവഹിച്ചു. ജീവകാരുണ്യ പ്രവർത്തകൻ സിദ്ദി കൊണ്ടോട്ടി അധ്യക്ഷനായി. അബൂബക്കർ ഹുദവി മുണ്ടംപറമ്പ് മുഖ്യപ്രഭാഷണം നടത്തി. പാവപ്പെട്ടവന്റെ വിഷമങ്ങള് പ്രയാസങ്ങള് പരിഹരിച്ചു കൊടുക്കാൻ വേണ്ടി അവന്റെ കൈപിടിച്ച് നടന്നു പോകുന്നവൻ ഏതൊരുത്തനുണ്ടോ? ഇതിന്റെ പള്ളിയായ ഈ മസ്ജിദുൻ നബവിയിൽ ഒരു മാസം ഇഹ്തികാഫിരിക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടമുള്ളത് ആ മനുഷ്യനെയാണ്. അതാണ് പടച്ചവന് ഇഷ്ടമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് യാ അയ്യുഹന്നാസ് എന്നാണ്. യാ മുസ്ലിമീൻ എന്നല്ല, യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യന്മാരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഉബൻ വ ഖബായില ലിതആറഫു. നിങ്ങളെ പല ഗോത്രക്കാരാക്കി, പല വേഷക്കാരാക്കി, പല ദേശത്തും പല പേരിലും നിങ്ങൾ അറിയപ്പെടുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ സൃഷ്ടിപ്പിന്റെ കാരണക്കാരൻ ഒരേ ഒരു ദൈവമാണ്, ഒരേ ഒരു അള്ളയാണ്, ഒരേ ഒരു ഉമ്മന്റെയും ബാപ്പയുടെയും മക്കളാണ്. തന്റെ കല്യാണം ഹോട്ടലിന്റെ വരുമാനത്തിലെ ഒരു വിഹിതം നിർധനരുടെ ക്ഷേമത്തിനായി വിനിയോഗിക്കുന്ന സിദ്ദി കൊണ്ടോട്ടിയുടെ പ്രവർത്തനങ്ങളെ ചടങ്ങിൽ പങ്കെടുത്തവർ അഭിനന്ദിച്ചു. CK മാഹിരി നീറനാട് ദുആ മജ്ലിസിന് നേതൃത്വം നൽകി. നൗഫൽ ഇല്ലൻ, അൻസാർ ബുസ്താൻ, നാസർ താമരശ്ശേരി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ. എല്ലാരും പറയുന്നു ഡിഫറെന്റ് ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടെന്നൊക്കെ. നല്ലതല്ലേ? ഞാനല്ല, സ്വർണം. സഫ ഗോൾഡൻ ഡയമണ്ട്സ്, ഡിഫറെന്റ് ബൈ ഡിസൈൻ. സ്വർണം വാങ്ങി, പക്ഷെ ബില്ല് വാങ്ങിയില്ല. അയ്യോ, കടക്കാരൻ പറഞ്ഞിട്ടുണ്ടാവും ബില്ല് വേണ്ട, GST ലാഭിക്കാന്നൊക്കെ. ഒരു ചെറിയ ലാഭത്തിന് വേണ്ടി എത്ര വലിയ റിസ്ക് എടുക്കുന്നത്. നാളെ ഒരു നിയമം വരും. ഒറ്റ രാത്രി കൊണ്ട് 1000-ന്റെ നോട്ടൊക്കെ നിരോധിച്ചല്ലേ, അതുപോലെ നാളെ സ്വർണം പണയം വെക്കണമെങ്കിൽ അല്ലെങ്കിൽ വിൽക്കണമെങ്കിൽ ഒറിജിനൽ ബില്ല് ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ സ്വർണം അണിയാൻ വേണ്ടി മാത്രമുള്ളല്ലോ, അതൊരു ഇൻവെസ്റ്റ്മെന്റ് കൂടെ അല്ലേ. അതുകൊണ്ട് സ്വർണം വാങ്ങുമ്പോൾ GST നൽകിയെന്ന് ഉറപ്പുവരുത്തുക. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സ്വർണം വിൽക്കുന്നു. സഫ ഗോൾഡൻ ഡയമണ്ട്സ്, ഡിഫറെന്റ് ബൈ ഡിസൈൻ.